ഹലോ ഗൈസ്, SKV ഇൻസൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡൊമിനിക് ആൻഡ് ദ ലേഡി സ്പേഴ്സ്. മമ്മൂക്കയെ നായകനാക്കിയിട്ട് ഗൗതം മേനൻ സംവിധാനം ചെയ്യുന്ന സിനിമ. ഗോകുൽ സുരേഷും ഒരു പ്രധാന റോളിൽ എത്തുന്നുണ്ട്. ഇതിന്റെ ഒരു ടീസർ റിയാക്ഷൻ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടീസർ നല്ല രസമായിട്ടൊരു ടീസറായിരുന്നു. ആക്ച്വലി ഒരു സീൻ, ഒരു മമ്മൂക്കയുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് തള്ളുന്ന ഒരു ക്യാരക്ടറായിട്ട് നമ്മളൊരു ഇൻവെസ്റ്റിഗേഷനിലെ ആള് നേരിട്ടൊരു സംഭവത്തെ പറ്റിയൊക്കെ ഒരു വിവരണമായിരുന്നു. ഗോകുൽ സുരേഷിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമായിരുന്നു ടീസറിലുണ്ടായിരുന്നു. ചെറിയൊരു വീഡിയോ, കുഞ്ഞു വീഡിയോ. അന്ന് ഒരുപാട് പേര് ആ ടീച്ചറിനെ വിമർശിച്ചിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പേഴ്സണലി എനിക്കതൊരു നല്ലൊരു അറ്റംപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ടീച്ചറിലാവുമ്പോൾ നമുക്ക് ഒരു വെറൈറ്റി പിടിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് എനിവേ, ഇപ്പതാ ട്രെയിലർ എത്തിയിട്ടുണ്ട്. ഇതിന്റെ റിലീസ് ഡേറ്റ് ഓൾറെഡി അവർ ന്യൂ ഇയറിന് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. January 23 ആണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫോർ ട്രെയിലർ കണ്ടു നോക്കാം. വെൽക്കം ടു ഡൊമിനിക് ഡിറ്റക്റ്റീവ് ഏജൻസി. എനിക്കാണെങ്കിൽ ഈ ഡാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിന്റെ ഈ ഡാൻസ് അല്ല, അത് ഭരതനാട്യമാണ്, ക്ലാസിക്കൽ ഡാൻസ്. Get ready for your first case with us. How do you do this, sir? Observation, concentration. ഹലോ മിസ്റ്റർ ഡൊമിനിക്. നിങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല. അഡ്രസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. സിറ്റിയിൽ മുഴുവൻ ഡൊമിനിക് ഡിറ്റക്ടീവ്സിന്റെ പോസ്റ്റർ ആണല്ലോ. സർവീസിലായിരുന്നപ്പോ ഇതൊക്കെ സ്ഥിരം പ്രതിയില്ലേ? ഒരു സൈഡിൽ ഞാനുണ്ട്, മറ്റേ സൈഡിൽ മരട് സുനി, ഗുണ്ടാ ഷാജി. ഒറ്റയടിക്ക് ഞാൻ എല്ലാത്തിനും പിടിച്ച് മാറ്റി കയറ്റി. ഡൊമിനിക്ക്, എനിക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് ഒരു പേഴ്സ് കിട്ടിയിടാ. അത് ആരുടെയാണെന്ന് നീ ഒന്ന് കണ്ടുപിടിക്കാമോ? It is too simple a case for me. സർവീസിലായിരുന്നപ്പോഴേ കൈക്കൂലി മേടിക്കാതെ ഒരു മുട്ടുസൂചി പോലും ഇങ്ങനെ അനക്കത്തില്ലായിരുന്നു. Now I am sure that I am on the right track. I need those papers. ഞങ്ങൾ അവസാനമായി എടുത്ത ഫോട്ടോ ആ ഡിസംബറിൽ ഒരു മിസ്സിംഗ് പേഴ്സിൽ തുടങ്ങിയത് ഇപ്പോൾ മിസ്സിംഗ് കേസ് രണ്ടെണ്ണമായി. ഇനി മർഡർ വരാനുണ്ട്. ആ കേസിൽ രക്ഷിക്കുന്ന പോലീസുകാരൻ തന്നെ അങ്ങോട്ട് ചെയ്യുന്നത്. Don't spoil the movie for us. നീ ഇനി എന്താ ചെയ്യാൻ പോണേ? Now I don't have a choice. I am സിനിമ the killer. ചാനൽ ഞാൻ പണ്ടുപോലെങ്കിൽ ഒരു തുമ്പ് കിട്ടിയ തുമ്പ് വെക്കും. ഓക്കേ ഗൈസ്, ട്രെയിലർ കണ്ടിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുന്ന മമ്മൂക്കയുടെ ക്യാരക്ടർ, ഒപ്പം ഒരു അസിസ്റ്റന്റ് ആയിട്ട് ഗോകുൽ സുരേഷും ഉണ്ട്. കേസുകൾ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കേസ് എത്തുന്ന അതിന് ചുറ്റിപ്പറ്റിയായിരിക്കും. ഒരു പേഴ്സ് കിട്ടിയെന്ന് പറയുന്നുണ്ട് അതിനകത്തൊരു ക്യാരക്ടർ. അപ്പോൾ നമ്മുടെ പാച്ചും അത്ഭുത വിളക്കിൽ ഉള്ള അമ്മ ക്യാരക്ടർ, അപ്പോൾ ആള് പറയുന്നുണ്ട് ലേഡീസ് പേഴ്സ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ഒരു ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നമുക്കിതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലെ കാസ്റ്റിംഗ്, മമ്മൂക്കയെ കൂടാതെ ഗോകുൽ സുരേഷ്, സുഷ്മിത ഭട്ട്, വിജി വെങ്കിടേഷ്, വിനീത്, വിജയ് ബാബു ഉണ്ട്. പിന്നെ അർജുൻ നന്ദകുമാർ പോലീസ് ക്യാരക്ടറിലായിട്ട് എത്തുന്നുണ്ട്. മമ്മൂട്ടി കമ്പനി തന്നെയാണ് പ്രൊഡ്യൂസർ. മ്യൂസിക് ദർബുഖ ശിവ. സ്ക്രീൻ പ്ലേ ആൻഡ് ഡയലോഗ് ഡോക്ടർ നീരജ് രഞ്ജൻ ആൻഡ് ഡോക്ടർ സൂരജ്. അപ്പോൾ സ്റ്റോറി ഡോക്ടർ നീരജ് രഞ്ജൻ്റെ ആണ്. ഒക്കെ കുറച്ചൊക്കെ ഒരു ന്യൂ സ്റ്റൺസ് സുപ്രീം സുന്ദറാണ്. കലൈ കിങ്സ്റ്റണും ഉണ്ട് ആക്ഷനിൽ. കൊള്ളാലോ, ആക്ഷൻ പൊളി. സ്റ്റൺസ് ഒക്കെ അത്യാവശ്യം നമുക്കറിയാലോ. മാർക്കോയിലൂടെ കലൈ കിങ്സ്റ്റണെ ഇനി പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അവരൊക്കെയാണ് ഉള്ളത്. ഒരു പുതിയ അറ്റംപ്റ്റ് ആണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. പിന്നെ ഗൗതം മേനോൻ ഫസ്റ്റ് ഓഫ് ഓൾ മലയാളത്തിൽ ഫസ്റ്റ് ഡയറക്ടോറിയൽ മൂവി, അതും ഒരു ഭയങ്കരമായിട്ട് എന്താ പറയുക എക്സ്പെക്ടേഷൻ തരുന്നൊരു സാധനം തന്നെയാണ്. ഒരു ഡീസൻറ്റ് ത്രില്ലർ, അതാണ് എനിക്ക് പ്രത്യേകിച്ച് തോന്നിയത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു, ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുന്ന ആൾ സർവീസ് കഴിഞ്ഞിട്ട് അത്യാവശ്യം കോമഡിക്ക് വാകയുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒപ്പം ഇൻവെസ്റ്റിഗേഷൻ ഒരു ത്രില്ലർ പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അങ്ങനെയൊക്കെ പറയാം ഫൈനലി. January 23 റിലീസ്. മമ്മൂട്ടി കമ്പനി. അപ്പോൾ മമ്മൂക്കയുടെ ടർബോയ്ക്ക് ശേഷം വരുന്ന റിലീസാണ്. ഒരുപാട് ഒരു 6-7 മാസമായി. കഴിഞ്ഞ ലാസ്റ്റ് മെയ്യിലാണ് തോന്നുന്നു മമ്മൂക്കയുടെ ടർബോ റിലീസായത്. അപ്പോൾ അതിനുശേഷം വരുന്നൊരു മൂവിയാണ് 2025 ഫസ്റ്റ് മൂവി മമ്മൂക്ക. എന്തായാലും ഒരു ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ തന്നെയുള്ള സിനിമയായിരിക്കും. നല്ലൊരു എക്സ്പീരിയൻസ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കാണണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കൂടുതൽ ഡീറ്റെയിൽ. ഇനി വരുന്ന വഴിക്ക് കുറേ ഇതിൻ്റെ പ്രൊമോഷൻ വർക്കും ഇൻ്റർവ്യൂ ഒക്കെ കാണുന്നതിന് നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളും കിട്ടും. അപ്പോൾ അതുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.